ആസ് യൂഷ്വൽ ഇന്നത്തെ പോലെ നമ്മൾ കലൂർ സ്കൂളിലേക്ക് പോവാണേ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലാണ്. അതെ, ഇത്രയും നല്ലതായിട്ട് ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് നമ്മൾ കലോത്സവം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ടീച്ചറായിട്ട് എങ്ങനെ കലോത്സവം എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഫൈനലി നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. രാവിലെ നല്ല ഐശ്വര്യം ആയതുകൊണ്ട് നല്ല അടിപൊളി മഴയൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ സാരി എടുക്കാനൊന്നും ചുരുക്കാറിലെത്തി. അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ പണികളായിട്ട് നമ്മളവിടെ ഓരോ പണികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേദി ഒന്നിന് കൃത്യമായി കുട്ടികളെ ഇരുത്തേണ്ട ഉത്തരവാദിത്തം SPCയിലെ മറ്റു കൂട്ടിയില്ലാത്ത കുട്ടികളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻപാട്ട് ടീം കേട്ടോ. നാളെയാണ് ഇവരുടെ പ്രോഗ്രാം. അതിനുള്ള വാർഷിക പോരാട്ടത്തിലാണ് ഇതാണ് നമ്മുടെ അൻപ്, അതാണ് നമ്മുടെ ആശ. അപ്പോൾ എല്ലാവരും നല്ല ചൂടിലാണ്. നമുക്ക് നാളെ നോക്കാം. ഇന്ന് ഞങ്ങളുടെ മെയിൻ സ്റ്റേജിലൊന്ന് അടിപൊളി ഡാൻസ് കളിക്കാൻ ഞാൻ ആസ്വദിച്ചു. അങ്ങനെ പ്രോഗ്രാമൊക്കെ കണ്ട് ക്ഷീണിച്ചപ്പോൾ ഒന്ന് ചിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്കോപ്പറ കഴിക്കാൻ വേണ്ടി ഗൈസ് വെള്ളമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ചോക്കോപ്പറ കഴിച്ചു. അടിപൊളി ചോക്കോപ്പറയും മഴയ്ക്ക് ചോക്കോപ്പറ കഴിക്കാൻ അല്ലെങ്കിൽ നല്ല രസമായിട്ട്. പിന്നെ നമ്മൾ ഫോക്ക് ഡാൻസ് ഉണ്ട് അവിടെ അങ്ങിരുന്നു. സത്യം പറഞ്ഞാൽ അവിടുത്തെ ഡാൻസ് കണ്ടിട്ട് ഇത് നിൽക്കാനേ തോന്നില്ല. അത്ര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഓരോ കുട്ടികളും കാഴ്ച. പിന്നെ നമ്മൾ അറബി കലോത്സവം കാണാനായിട്ട് പോയി. അപ്പോൾ കുഞ്ഞു കുട്ടി അവിടെ നിന്ന് അടിപൊളിയായിട്ട് അറബി റെസിപ്പീഷൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഫർഹാന. അപ്പോൾ നമ്മളും അവിടെ അവരുടെ പരിപാടി ഉണ്ടായിരുന്നു. ഉച്ചയായപ്പോൾ നമ്മൾ നേരെ ചോറ് കഴിക്കാനായിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. എന്താ പിന്നെ നമ്മുടെ നാടൻപാട്ട് ടീമിന് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വന്നു. കാരണം നമുക്കിനി വേറൊരു ദിവസമല്ല, ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. വീണ്ടും നമ്മൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പ് ഡാൻസ് കാണാൻ വേണ്ടി മെയിൻ സ്റ്റേജിലേക്ക് വന്നു. അപ്പോഴത്തെ കുഞ്ഞു പിള്ളേർക്ക് അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ പഴയ സ്റ്റേജും പഴയ ക്ലാസ് ഓർമ്മ എന്തായാലും. അപ്പോൾ അവസാനം നമ്മുടെ സ്കൂളിലെ വെള്ളപ്പൊക്കമായിട്ടോ അതുപോലത്തെ മഴയായിരുന്നു ഗൈസ്. ഒന്നും പറയാനില്ല. നോക്കി വെള്ളത്തിനകത്തായിരുന്നു പിന്നെ നമ്മളിരുന്നത്. പക്ഷേ വെള്ളമാണെങ്കിലും മഴയാണെങ്കിലും പിള്ളേരുടെ ആണെങ്കിലും ഒന്നും പറയാനില്ല. അത് ഒരേ പൊളിയായിരുന്നു. അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ. ബായ്.